അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാനുള്ളത്. എനിക്ക് എന്തൊക്കെ ചില കാര്യങ്ങൾ പറയാണ്ടിട്ടാ, ഒരു ബെൽറ്റ് വാങ്ങിയ കഥയൊക്കെ പറയാണ്ട്. ഇൻഷാ അല്ലാഹ് സമയം തരാം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. നമ്മുടെ കൊയിലാണ്ടി ഭാഗത്ത് ഒരു പള്ളിയിലെ ഉസ്താദ് ഇന്നലെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ആ ഉസ്താദും മഹലിലെ ഉസ്താദുമാരും കമ്മിറ്റിയുടെ ആളുകളും നാട്ടുകാരും കൂടി ക്ഷേത്രത്തിൽ പോയിട്ട് അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സദ്യയിൽ പങ്കെടുക്കുന്ന സുന്ദരമായൊരു കാഴ്ച. നമ്മൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഓണാഘോഷത്തിനും ഓണത്തിന് പോയി സദ്യ കഴിക്കുന്നത് ഹറാമാണ്. ക്രിസ്മസിന് അവരുടെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കൽ ഹറാമാണ്. മുസ്ലിങ്ങൾ വിൽക്കുന്ന ബേക്കറി കടയിൽ നിന്ന് ക്രിസ്മസ് കേക്ക് വാങ്ങുന്നത് പാടില്ലാത്തതാണെന്നൊക്കെ പറയുന്ന ആളുകളുള്ള ഒരു കാലത്താണ് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരടങ്ങുന്ന ഒരു സംഘം ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് അന്നത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള അന്നദാനത്തിലേക്ക് ചെന്നിട്ട് അവരുടെ ആചാരപ്രകാരം അവർ നടത്തുന്ന ഒരു പരിപാടിയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സുന്ദരമായൊരു വീഡിയോ. ഇത് കൊയിലാണ്ടിയിലുള്ള ആളുകൾ ഒരു പക്ഷേ ഇതിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടായിരിക്കും. എനിക്ക് എന്തായാലും ആ വീഡിയോ കാണാൻ ഭയങ്കര സന്തോഷം തോന്നാൻ കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ കേട്ടത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ അവരുടെ സ്കൂളിലെ കുട്ടികളെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകും, ക്രിസ്മസിൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളാണെന്ന് പറഞ്ഞ് ചില ആളുകൾ അവർക്ക് ചില മെസ്സേജുകൾ അയച്ചത് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു അതൊരു വലിയ പ്രചരണമായിട്ട് നടക്കുന്നുണ്ട്. ഓണാഘോഷത്തിനും കാണാം ഇത്തരം ചില വാക്കുകളൊക്കെ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് ക്രിസ്മസ് കേക്കുകൾ വാങ്ങാൻ പാടില്ലത്രേ. അങ്ങനെ വാങ്ങാൻ പാടില്ല എന്നുള്ള ഈ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള തീവ്ര സ്വഭാവക്കാരായ ആളുകൾ ക്രിസ്മസ് സന്ദേശമായിട്ട് അവരുടെ ആളുകൾക്ക് കൊടുത്തൊരു സന്ദേശമാണ്. ഇതൊക്കെ കാണുന്ന ഒരു സമയത്താണ് ഈ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു ഉസ്താദുമാര് വളരെ പ്രശംസനീയമായ ഈ കാര്യം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നമ്മൾ മാലോകരെ അറിയിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ വീഡിയോ, എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടാണ് ഇന്ന് ആ വീഡിയോ ഞാൻ പങ്കുവെക്കുന്നത്. ഈ ഒരു കാഴ്ച ഇന്ന് 2024 ഡിസംബർ 20 വെള്ളിയാഴ്ച കൊയിലാണ്ടി കുറവങ്ങാട് സെൻട്രൽ ജുമാ മസ്ജിദിൽ നിന്നും ജുമാ നമസ്കാരം കഴിഞ്ഞു. ആ ഒരു പള്ളിയിലെ ഖത്തീബും മഹൽ നിവാസികളും തൊട്ടടുത്തുള്ള കൊയിലാണ്ടി കുറവങ്ങാട് സെൻട്രൽ ജുമാ മസ്ജിദിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള ശ്രീ കുറവങ്ങാട് പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാട്ടോ. ശ്രീ കുറവങ്ങാട് പുതിയകാവ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു മാസം ഭാഗവത സപ്താഹ യജ്ഞം നടക്കാറുണ്ട്. ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ രുക്മിണി സ്വയംവര ദിനമായ ഈ ഒരു വെള്ളിയാഴ്ച അവിടെ സമൂഹ സദ്യയുണ്ട്. ആ ഒരു ചടങ്ങിലേക്കും സമൂഹ സദ്യയിലേക്കും ക്ഷേത്ര ഭാരവാഹികൾ ക്ഷണിച്ചതനുസരിച്ചിട്ട് പള്ളി മഹൽ ഖത്തീബുമാരും മഹലിലെ പ്രധാനപ്പെട്ട വ്യക്തികളും ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന നല്ല നയനമനോഹരമായ ഒരു കാഴ്ചയാണിത്. ഇത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇവിടെ പതിവാണ്. ഈ ഒരു ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ഈ പ്രാവശ്യം ശ്രീ പയ്യാടം വാസുദേവൻ നമ്പൂതിരി അവർകളാണ് ഈ ഒരു ഭാഗവത സപ്താഹ യജ്ഞത്തിൽ അതിഥിയായിട്ടുള്ളത് അവർക്ക്. അപ്പൊ ഈ ഒരു കാഴ്ച കുറച്ച് വർഷമായിട്ട് കൊയിലാണ്ടി കുറവങ്ങാട് പതിവായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു കാഴ്ചയിൽ പുതുമയുണ്ടോ, എന്താണ് നിങ്ങൾ ഈ വീഡിയോ എന്ന് ചോദിച്ചാൽ ഈ കാഴ്ചയിൽ പുതുമയുണ്ടായിട്ടില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതും ഷെയർ ചെയ്യേണ്ടതുമായ കെട്ട കാഴ്ചകളല്ല, ഇതുപോലുള്ള മഹത്തായ നന്മ നിറഞ്ഞ കാഴ്ചകളാണ് നമ്മൾ കാണേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കാഴ്ചയാണ്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ഞങ്ങളുടെ ഖത്തീബ് സംഘവും തൊട്ടടുത്തുള്ള പുതിയകാവ് ക്ഷേത്രം കുറവങ്ങാട് ജുമാ മസ്ജിദിൽ നിന്നും തൊട്ടടുത്തൊരു അമ്പലമായ ശ്രീ പുതിയകാവിൽ അവിടെ എല്ലാ വർഷവും നടക്കുന്ന സപ്താഹ യജ്ഞമുണ്ട്. ആ സപ്താഹ യജ്ഞത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമായ രുക്മിണി സ്വയംവരം ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ തൊട്ടടുത്ത പള്ളിയായ കുറവങ്ങാട് സെൻട്രൽമാരിലെ എല്ലാവരും ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ജുമാ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കുറച്ച് വർഷമായിട്ട് ഇവിടെ കാണുന്ന കാഴ്ചയാണ്. ഈ കാഴ്ചയിൽ പുതുമയുണ്ട് എന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഈ സ്നേഹവും ഈ ഐക്യവും ഇതൊന്നും നിലനിൽക്കും. ഉരുപൊട്ടാനുള്ള ഒരു ഭാഗം പൊട്ടിക്കൊണ്ടിരുന്നു. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾ ഒത്തൊരുമയോടെ ഒരു ടീമായിട്ട് മുന്നോട്ട് പോയി ഒരുപാട് വർഷമായിട്ട് ഇവിടെ കാണുന്ന ഒരു കാഴ്ചയാണ്.
താങ്ക് യു. കാരണം ഇതിൽ പറയുന്ന ആളുകളെ നോക്കൂ. ഇപ്പൊ ആ ഹിന്ദുക്കളായ അവരുടെ ആളുകൾക്ക് കാണുന്ന ഒരു സന്തോഷം നോക്കി നിങ്ങള്. അവരുടെ ആളുകൾ അവർക്കിടയിലേക്ക് നമ്മുടെ അതേ സ്വത്വത്തിൽ അങ്ങോട്ട് കടന്നു ചെല്ലുക, ഭക്ഷണം കഴിക്കുക, അതുണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ ശരിക്കും ഒരു മനസമാധാനവും നമ്മുടെ നാട്ടിലും വേണ്ടത്. ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ഇതൊക്കെ പാടില്ല എന്നായി. ഒരു ഓണം വന്നു കഴിഞ്ഞാൽ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് സദ്യ കഴിച്ചാൽ ഇന്നത് ഹറാമാക്കിയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാൻ ഹക്കീം ഫൈസി ആദർശയുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഉസ്താദ് വന്നിട്ട് ഇങ്ങനെ സംശയം ചോദിച്ചു, അങ്ങനെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞങ്ങൾ എന്താ വേണ്ടതെന്ന്. പള്ളിയിൽ നിന്ന് നിങ്ങൾ പ്രസംഗിക്കണമെന്നും ആളുകളെ പങ്കെടുപ്പിക്കണമെന്നും ഹക്കീം ഫൈസി ആദർശേരി പറയുന്നതാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇതുപോലെയുള്ള ആളുകളാണ് ശരിക്കും വേണ്ടത്. മതസൗഹാർദ്ദം എന്നുള്ളത് പറച്ചിൽ മാത്രം പോരാ, നമ്മുടെ പ്രവൃത്തിയിലും വേണം. ഏതായാലും ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ആ നാട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. ആ കൊയിലാണ്ടിയിലെ സന്തോഷം അവിടുത്തെ ആളുകൾ പങ്കുവെച്ചത് കണ്ടപ്പോൾ എനിക്കും തോന്നുന്നു പങ്കുവെക്കണം. ഇനി എൻ്റെ മോൻക്കൊരു കാര്യം പറയാണ്ട്, ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഓൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഓനക്കൊരു ബെൽറ്റ് വാങ്ങണം എന്നുള്ളത്. ഞാൻ ബെൽറ്റ് വാങ്ങി. ബെൽറ്റിന്റെ കഥ എന്താ സംഭവം പറഞ്ഞിട്ട്? ഓൻ ബെൽറ്റ് ഇട്ടു. ഓനക്ക് ബെൽറ്റ് കാണിച്ചു കൊടുക്കണ്ട. അപ്പൊ ഓൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഓൻ്റെ പാൻസിക്ക് ഒരു ബെൽറ്റ് വാങ്ങണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഇന്നലെ കടയിൽ കൊണ്ടുപോയിട്ട് വൈഫ് പറഞ്ഞ് ബെൽറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കുറേ ദിവസമായി പറയണേ. അങ്ങനെ ഞാൻ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഓൻ ഈ ബെൽറ്റ് ഒഴിവാക്കണില്ല. ആ പാൻസ് ഇട്ട് നടക്കുന്ന എപ്പോഴും. അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ബെൽറ്റ് വാങ്ങിയ കഥ പറയണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഓനക്ക് ഭയങ്കര സന്തോഷമാണ്. ഓനക്ക് എന്ത് കിട്ടിയാലും നേരെ തറവാട്ടിൽ പോയിട്ട് ഓൻ ഉമ്മമാക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ ഓൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, അനിയൻ്റെ മോന്, ഓനേക്കാളും ഒരു 3-4 വയസ്സിന് മൂത്ത ഒരാളാണ്. അപ്പോൾ അവൻ്റെ സന്തോഷങ്ങളാണ് ഈ ഒരു ബെൽറ്റ് വാങ്ങി അത് ഇട്ട് എന്നുള്ളത്. ഇപ്പോൾ പുതിയ പാൻസൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാം അല്ലേ. കുളിച്ച് ഒരുങ്ങിയിരിക്കണ. ചായ കുടിച്ചിട്ടില്ലല്ലോ? ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ്. അപ്പൊ കൂട്ടത്തിൽ വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കാസയുടെ ആളുകൾ ക്രിസ്മസിന് അവർ കേക്ക് വാങ്ങുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ കടയിലൊക്കെ ഹലാൽ കേക്കുകളാണ്, അതുകൊണ്ട് വാങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം. അതൊന്ന് കേട്ടോക്കെ. എൻ്റെ ഇടവകയിൽ സംഭവം ഉണ്ടായേ. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ, അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ അവർ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാനവിടെ മാറിയിരുന്നു, ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി, നമ്മളിത് മിണ്ടാതിരിക്കേണ്ട, നമ്മൾ ചോദിക്കാമല്ലോ, ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ? അപ്പോൾ അവരോട് പറഞ്ഞു, ചേട്ടാ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരുണ്ടാക്കുന്നതാണ്, അവർക്ക് സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബേക്കറിയുടെ പേരെന്നാ? അവർ ബേക്കറിയുടെ പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന? അവർ പറഞ്ഞു, മുസ്ലിംസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? ഈ തുപ്പിയതും തൂറിയതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ. ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, എൻ്റെ ഇടയിൽ വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിൻ്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു. പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എൻ്റെ കൂടെ കൂടി, ആനിമേറ്റർ കൂടി. ശരിയാ, പുള്ളി പറഞ്ഞത് ശരിയാ. എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട. നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളും കേക്കിന് ഓർഡർ തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിൻ്റെ ബോർമയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. അവർ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ബോർമയെല്ലാം കൊടുത്തു. ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിൻ്റെ അഡ്രസ്സെല്ലാം കൊടുത്തു. അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാവുന്ന ഇത് കൊടുത്തു. എനിവേ, ഞാനത് പറഞ്ഞത്, നമ്മൾ മിണ്ടാതിരിക്കരുത്, നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കിട്ടി. നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ, നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി. ഞാനത് പറയുക, നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം. നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കും. അത് എന്തിനാണ് ഇങ്ങനെ തമ്മി തല്ലണത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ പങ്കെടുക്കുക, പറ്റാത്തവരാണെങ്കിൽ പങ്കെടുക്കണ്ട. അതിനൊന്നും നിഷേധ സമീപനത്തോടു കൂടിയല്ല കാണേണ്ടത്. നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ കേക്ക് വാങ്ങുമ്പോൾ ക്രിസ്ത്യാനിയുടെ കടയാണ്, ഹിന്ദുവിന്റെ കട നോക്കിയിട്ടാണോ? നല്ല കേക്ക്, ടേസ്റ്റുള്ള കേക്ക്, ഹെൽത്തി ആയ കേക്ക് ആണെങ്കിൽ അത് നോക്കിയിട്ട് നമ്മൾ വാങ്ങണത്. ഇത് ഇത്തരം വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു അവയർനെസ് ആവട്ടെ. ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം സ്തുത്യർഹമായ ഒന്നാണ്. അള്ളാഹു ആ നാടിനും ആ നാട്ടുകാർക്കും ബർക്കത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇതുപോലെയുള്ള സന്തോഷ നിമിഷങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ പങ്കുവെച്ചത്. കമ്മിറ്റിയുടെ ആൾക്കാർ വന്ന് സ്വീകരിക്കലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഈശ്വര കാര്യങ്ങളിൽ എല്ലാവരും ഒരേ മനസ്സും അതിന് വേറെ ഭേദങ്ങളൊന്നും ഇല്ല.
സന്തോഷമായി കേട്ടോ. ശരിയാണെങ്കിൽ വൈകുന്നേരം ഒരു സൗകര്യം പോലെ ശരി. ഞാൻ നന്നായി. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.